ഓക്കെ, ശരി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ പേര് അപ്പു. ഞാൻ 1963 ഈ കോളേജിൽ ചേരുന്നത്. അന്ന് പ്രീ ഡിഗ്രിയുടെ വന്നിട്ടില്ല, PUC ആണ് അതിൻ്റെ ലാസ്റ്റ് ബാച്ചാണ്. അതിനുശേഷം ഞാൻ 67 ഇവിടെ വിട്ടു. BA History ആയിരുന്നു പഠിച്ചത്. 2 കൊല്ലം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ MAക്ക് പഠിച്ചു. അതിനുശേഷം കുറേ കാലം ജോലിയില്ലാതെ നടന്നു. അങ്ങനെ അന്നേരത്തെ ഒരു IAS ഭ്രാന്തുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇത് ഇന്നത്തെ പോലെ ഇത്ര വലിയ തരത്തിലുള്ള കോച്ചിങ് സെൻറ്റേഴ്സൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറൂഖ് കോളേജിൽ ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ടെന്ന് കേട്ട് അവിടെ ചേർന്നു. വീട്ടുകാരുടെ ഭ്രാന്താണ് എനിക്കൊരു IAS കിട്ടണമെന്നുള്ളത്. അതിനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ളത് അന്നും ഇന്നും എല്ലാം എനിക്കറിയാം. അന്ന് ഫറൂഖ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ജലീൽ സാറ് പറഞ്ഞു, നിങ്ങൾ ഈ IASന് ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യമുണ്ട്, കേരള PSCയും പരീക്ഷ നടക്കുന്നുണ്ട്, അതിൽ പലർക്കും ജോലിയും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതുകൂടി നോക്കണം. ഇന്നിലേക്ക് കിട്ടിയില്ലെങ്കിൽ കല്യാണിക്കുട്ടിയെങ്കിലും ആകാമല്ലോ എന്നൊരും കൂടി പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു പരസ്യം കണ്ടത്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെന്നെ നിർബന്ധിച്ച് പരീക്ഷ എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് വന്നത്. കാരണം ഈ ഗസറ്റിൽ നോക്കുന്നതും അതിൽ റാങ്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതൊന്നും എനിക്കത്ര പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സെക്രട്ടേറിയറ്റ് ചേർന്നു. 1972 ഞാൻ സെക്രട്ടേറിയറ്റ് ചേർന്നത് അസിസ്റ്റൻ്റായിട്ട്. 2003 അഡീഷണൽ സെക്രട്ടറി ആയി. അപ്പോൾ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് കുറച്ച് കാലം കൂടി എക്സ്റ്റൻഷൻ കിട്ടി. ആ മന്ത്രി പോയപ്പോൾ ഞാൻ ജോലി വിരമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അത്രയാണ് എൻ്റെ കഥ. പിന്നെ കുടുംബത്തെപ്പറ്റി 2 മക്കളെ പഠിപ്പിക്കാൻ പറ്റി. ഒരുത്തി ഡോക്ടറാണ്, ഇവിടെ വടകര ജോലി ചെയ്യുന്നുണ്ട് നെഫ്രോളജിസ്റ്റായിട്ട്. രണ്ടാമത്തെ അവൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ് കോളേജിൽ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സംഘടനയ്ക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ EC മെമ്പർ നാരായണൻ സാർ സംസാരിച്ചില്ല, വരൂ പ്ലീസ്.